ഈ ആഴ്ച അനക്കമില്ലാതിരിക്കുന്നതിനൊക്കെ അനക്കം വച്ച് തുടങ്ങും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങളുൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾക്ക് അഥവാ ദൈവികമായ മാറ്റങ്ങൾക്ക് കാരണമായി എന്നറിയുന്നതിൽ നിങ്ങൾക്കൊപ്പം ചേർന്ന് സന്തോഷിക്കുകയും അവിധത്തിൽ നമുക്കൊരുമിച്ച് സന്തോഷിക്കുവാൻ അവസരം നൽകി തന്ന നല്ല കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയോടെ ഒരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയം അവിധത്തിൽ വലിയ മാറ്റങ്ങളുടേതായി മാറുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ദൈവത്താൽ സംഭവിക്കുവാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ രാത്രിയിലും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കേൾക്കണമേ. മാറ്റം നിങ്ങൾ ഈ സമയം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് മാനുഷികം അല്ല, ദൈവികമായത് പ്രാർത്ഥനയിലൂടെ, ദൈവവചനത്തിലൂടെ, വിശ്വാസത്തിലൂടെ ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതെ, പ്രാർത്ഥനയോടെ നിങ്ങൾ ഞങ്ങൾക്കൊപ്പം ഉണ്ടോ? വിശ്വാസമുണ്ടോ? കേട്ട ആ വചനം, ആ ദൈവിക ആലോചന, പ്രവചന ദൂത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റുമെന്ന് ഉണ്ടെങ്കിൽ നിശ്ചയമായും ഈ ആഴ്ച നിങ്ങളുടെ മാറ്റത്തിൻ്റെ ആഴ്ചയാണ്. കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ പറഞ്ഞ കാര്യം പ്രാരംഭമായി നിങ്ങളുമായി പങ്കുവച്ചു. അതുതന്നെ, അനക്കമില്ലാതെ കിടക്കുന്ന ചിലതൊക്കെ ഈ ആഴ്ച അനങ്ങി തുടങ്ങും. വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 41-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: മറിയയുടെ വന്ദനം എലിശബേത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിശബേത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് പിള്ള അവളുടെ ഉദരത്തിൽ തുള്ളി. 6 മാസമായി അനക്കമൊന്നുമില്ല. പ്രതീക്ഷയോടെ കേട്ടൊരു വാക്തത്വത്തിൻ്റെ നിവർത്തി. വാക്തത്വം എവിടെയാണ്? ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ആ വാക്തത്വം ശെഖര്യാവെന്ന ആ കാലഘട്ടത്തിലെ അവസാനത്തെ പുരോഹിതൻ കേൾക്കുകയാണ്. എന്താണ് ആ പ്രവചനം? ദൂതൻ അവനോട് പറഞ്ഞത്, ശെഖര്യാവേ ഭയപ്പെടേണ്ട. അർത്ഥം, ഭയപ്പെടുമാറാകുന്ന ഒരു വിടുതൽ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നു. ഞാനിങ്ങനെ പറയുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. വിശുദ്ധ വേദപുസ്തകം സാക്ഷി നിർത്തി, നീയും നിനക്കൊപ്പമുള്ളവരും, അതേ നീയും നിന്നെ അറിയുന്നവരും ഭയപ്പെടുമാറാകുന്ന ഒരു വിടുതൽ എൻ്റെ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നു. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ കേൾക്ക്. നിങ്ങൾ തന്നെ ആമേൻ കേൾക്കുമ്പോൾ ഭയം ഉണ്ടാകും വിധത്തിലുള്ള ഒരു വിടുതൽ, യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. നോക്കൂ, ശെഖര്യാവേ ഭയപ്പെടേണ്ട. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, പ്രാർത്ഥനയുടെ ഉത്തരം, ഭയപ്പാടുണ്ടാക്കുന്ന ഉത്തരം. ഇന്നലകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ വലിയ ഭയത്തിന് കാരണമായ അനർത്ഥങ്ങളാണ്, വലിയ ഭയത്തിന് കാരണമായ കഷ്ടതയാണ്, കണ്ണുനീരിൻ്റെ, നിരാശയുടെ, വേദനയുടെ അനുഭവങ്ങളാണ്. എന്നാൽ ഇന്ന് പറയട്ടെ, അതേ ഭയം അല്ല, ഇതാ ഭയമല്ല. അയ്യോ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുമോ എന്നുള്ള ഭയം. യെസ്, യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഭയം നേരെ റിവേഴ്സിലാകുകയാണ്. ആമേൻ. അതുവരെ ഭയപ്പെട്ടതെന്താ? വിചാരിച്ചതുപോലെ ഒന്നും സംഭവിക്കാത്തത് കൊണ്ട്. ഓരോ തവണയും ശെഖര്യാവും തൻ്റെ ഭാര്യയും പ്രതീക്ഷിച്ചു. പക്ഷേ പ്രതീക്ഷിച്ചത് സംഭവിക്കാതായപ്പോൾ അവർ ഭയപ്പെട്ടു. സഹോദരി, നിന്നെപ്പോലെ തന്നെ ഓരോ സമയത്ത് നീ പ്രതീക്ഷിക്കുന്നത്, ഇത്തവണ എൻ്റെ ഉദരത്തിൽ ജീവൻ്റെ തുടിപ്പുണ്ടാകും, ഞാനൊരു അമ്മയാകും, എൻ്റെ ഭർത്താവ് ഒരു അപ്പനാകും, ഞങ്ങൾ 4 പേരുടെ മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കും. നീ നിൻ്റെ മകളെക്കുറിച്ച് ഓർത്ത് കലണ്ടറിൽ ഡേറ്റ് മാർക്ക് ചെയ്തിട്ട് കാത്തിരിക്കും, ഇത്തവണ ഞാനൊരു മുത്തശ്ശിയാവും. എൻ്റെ മകളുടെ ഭയപ്പാട് നിറഞ്ഞ ജീവിതത്തിലൊരു അന്ത്യമാകും. അതേ, ഒരു ഉദരഫലമില്ലാത്തത് കൊണ്ട് അവൾ തന്നെ പറയുന്നുണ്ട്, അമ്മ ഇനി എത്ര നാൾ പിടിച്ചു നിൽക്കുവാൻ കഴിയുമെന്നറിയത്തില്ല. പ്രിയമാതാവേ, നിൻ്റെ മകളുടെ വാക്കുകൾ നിന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. ഹൃദയത്തിൻ്റെ ആഴത്തിൽ മുറിവുകളെ സമ്മാനിച്ചുകൊണ്ട് ഒത്തിരി പ്രതീക്ഷയോടെ നടന്നു കയറിപ്പോയ ഭവനം വിചാരിച്ചതുപോലെ നല്ലൊരു മരുമകനെ കിട്ടി, നല്ലൊരു കുടുംബത്തിലെത്തി. പക്ഷേ
അവളുടെ ഉദരത്തിൽ ജീവൻ ഉരുവാക്കാത്തത് കൊണ്ട് ഇന്ന് ആ ഭവനത്തിലെ താമസം കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ആയിരിക്കുന്നു. ഏത് നിമിഷവും പുറത്താക്കപ്പെടാം. ഏത് നിമിഷവും എൻ്റെ മകൾ ഭർത്താവില്ലാത്തവളായി എൻ്റെ ഭവനത്തിലേക്ക് തിരികെ വരാൻ. കേൾക്ക്, നീ ഭയപ്പെടുന്നത് സംഭവിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അതേ, കേൾക്ക് മോളെ, അവിധത്തിൽ നീ ഭയപ്പെട്ടതുപോലെ വാരിക്കെട്ടി ഭവനത്തിലേക്ക് പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. ആദ്യ പ്രസവം അമ്മയുടെ വീട്ടിൽ, നിന്റെ വീട്ടിൽ അല്ലേ? അമ്മ റെഡി ആയിക്കോ. ഭർത്താവില്ലാത്തവളായി പോകാനല്ല, ആ പ്രസവത്തിന് വേണ്ടി പോകുവാൻ. യെസ്, യേശുവിൻ നാമത്തിൽ ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ പാസ്റ്റർ ഇറ്റ്സ് പോസിബിൾ, സംഭവിക്കുമോ? സംഭവിക്കും. ആമേൻ. അത് സംഭവിക്കുവാൻ പോകുക. ഓ ഷബാറി തലമാഷേഖനെ. ആമേൻ. സമയം കഴിയുമ്പോൾ വിടുതലിനെ കുറിച്ച് കേൾക്കുന്ന ചില വാക്കുകൾ പോലും നമ്മെ ഭയപ്പെടുത്തും. സഹോദരി, ആ വീട്ടിനകത്ത് കിടന്ന് നീ നരകിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് മുമ്പിൽ എൻ്റെ ദൈവം രാജ്യങ്ങളുടെ വാതിലുകൾ തുറന്നു തരുവാൻ പോകുക. പണ്ട് നീ കണ്ട സ്വപ്നത്തിലേക്ക്, നീ പഠിച്ച സമയത്ത് കണ്ട സ്വപ്നങ്ങളിലേക്ക് എൻ്റെ ദൈവം രാജ്യങ്ങളുടെ വാതിലുകൾ തുറന്ന് തരുവാൻ പോകുക. ഭയപ്പെടുത്തുന്ന വിടുതൽ. ഓ യെസ്, യേശുവിൻ നാമത്തിൽ. നിന്നെ മാത്രമല്ല, നിന്നെ ആജീവനാന്തം കാൽ കീഴിലിട്ട് ചവിട്ടി മെതിക്കാം. ഒരവസരം കിട്ടുമ്പോൾ തൊഴിച്ച് പുറത്ത് കളയാമെന്ന് ചിന്തിച്ച് വട്ടം കൂടി നിൽക്കുന്നവർ ഭയപ്പെടും വിധത്തിൽ എൻ്റെ ദൈവം, ഓ റാധാലമാ ഷെഖേനെ, എൻ്റെ ദൈവം നിന്നെ പുറത്ത് കൊണ്ടുവരുവാൻ പോകുക. റെഡി ആയിക്കോ. ആമേൻ. ആ ഭവനത്തിനകത്ത് നീ ഒതുങ്ങിപ്പോകുവാൻ, സ്വയം ഉരുങ്ങി എരിഞ്ഞ് തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. സഹോദര, റെഡി ആയിക്കോ. നീ ആഗ്രഹിച്ചു കടന്നുപോയ സ്ഥാനത്ത് നീ സ്വപ്നം കണ്ടത് പ്രാപിക്കുവാൻ. നോ പാസ്റ്റർ, ഞാൻ ഒരുപാട് വാഗ്ദത്തങ്ങൾ കേട്ടതാണ്, ഒരുപാട് ആലോചനകൾ കേട്ടതാണ്, ഒരുപാട് സ്വപ്നം കണ്ടതാണ്. പക്ഷേ ഞാനിന്നായിരിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ബ്രദർ, കേൾക്ക്, നിന്നെ ഭയപ്പെടുത്തും വിധത്തിലുള്ള ഒരു വിടുതൽ നിന്നോട് പ്രവചിക്കുവാൻ എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്നെ നിർബന്ധിക്കുന്നു. നീ ഭയപ്പെട്ടാലും നിനക്കൊപ്പമുള്ളവർ ഭയപ്പെട്ടാലും എനിക്ക് വിഷയമല്ല. സന്തോഷത്തോടെ ആ പ്രവചന ദൂത് നിനക്ക് കൈമാറട്ടെ. നിനക്ക് മുമ്പിൽ ദൈവം രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കുവാൻ പോകുന്നു. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഓ യേശുവിൻ നാമത്തിൽ മാതാവേ, നിന്റെ തലമുറ ആ രാജ്യത്തിലേക്ക് കടന്നു പോകുവാൻ പോകുന്നു. നീ സ്വപ്നം കണ്ടത് എന്തിനു വേണ്ടിയാണോ നീ ഇത്രനാൾ കരഞ്ഞത്, എന്തിനു വേണ്ടിയാണോ നീ ഇത്രനാൾ നിന്റെ സ്വപ്നങ്ങൾ മാറ്റിവെച്ചത്, നിന്റെ സന്തോഷങ്ങൾ മാറ്റിവെച്ചത്, അതേ നിന്റെ തലമുറകൾ അത് പ്രാപിക്കുവാനായി പോകുന്നു. അതേ നിന്റെ മകളുടെ പേരിനൊപ്പം ആ ഡിഗ്രി എഴുതി ചേർക്കുവാൻ പോകുന്നു. യെസ്, യേശുവിൻ നാമത്തിൽ നിന്റെ ഭവനത്തിന് മുമ്പിൽ ആ നെയിം പ്ലേറ്റ്, നീ ഇന്നലകളിൽ സ്വപ്നം കണ്ട ആ നെയിം പ്ലേറ്റ്, യെസ്, അത് സ്ഥാപിക്കപ്പെടുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ്. നിന്റെ കാത്തിരിപ്പിന് ആർതിയായി, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. കേട്ട വാഗ്ദത്തം കേട്ടു. ശഖരിയാവും കേട്ടു, എലിസബത്തും കേട്ടു. കേട്ടതിന് ശേഷം ഒരുപാട് കാലമായി കാത്തിരുന്നത് ഒരു പ്രവൃത്തിയെക്കുറിച്ചുള്ള വാഗ്ദത്തം, ദൈവപ്രവൃത്തിയെക്കുറിച്ചുള്ള വാഗ്ദത്തം കേട്ടു. പക്ഷേ ഒത്തിരി നാളത്തെ കാത്തിരിപ്പ് കൊണ്ട് തന്നെ വാഗ്ദത്തം കേട്ടിട്ടും അവിശ്വാസം എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ ശഖരിയാവിനുണ്ടായി. ശഖരിയാവിൻ്റെ വായ ദൈവം അടച്ചു. ഞാനിങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ശഖരിയാവിൻ്റെ വായ അടച്ച് എലിസബത്തിൻ്റെ ഉദരത്തെ ദൈവം തുറന്നു. സംശയിക്കുന്ന ചില വായ്കളെ അടച്ച്, ചില സംശയത്തിൻ്റെ വായ്കളെ അടച്ച് വിടുതലിൻ്റെ ഉത്തരത്തെ ദൈവം തുറക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ എന്ത് പറഞ്ഞ നടക്കത്തില്ല, അതൊന്നും നടക്കത്തില്ല. പിന്നെ നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല, നമ്മൾ കൂട്ടിയാൽ കൂടത്തില്ല. നീ വാടച്ച് മര്യാദയ്ക്കിരുന്നു. ആമേൻ. കർത്താവ് അത് നിൻ്റെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുക. സ്വന്തം ഭവനമെന്ന വാഗ്ദത്തം അത് കർത്താവ് നിറവേറ്റുവാൻ പോകുക. ഓ ഷബറിധലമാഷകനെ. അവൻ നോക്കൂ, അപ്പോൾ വാഗ്ദത്തം കേട്ടു, ഉണ്ടാതൊരിടത്ത് പാത്തിരിക്കുക. വയറ് വലുതായി വരുന്നുണ്ട്. നല്ല പ്രായമായ സ്ത്രീയാണ് എലിസബത്ത്. അപ്പോൾ വാഗ്ദത്തം കേട്ടു. ദൂതനാണ് പറഞ്ഞത്. ദൈവസന്നിധിയിൽ ധൂപം കാട്ടുന്നവരാണ്, ശുശ്രൂഷ ചെയ്യുന്നവരാണ്. എങ്കിലും പ്രായമൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഒരു അവിശ്വാസം, അതാണ് ഈ ഭയം. നടക്കുമോ? ഭയം നടക്കുമോ? അതുകൊണ്ട് പൊത്തി വച്ചിരിക്കുക. ഉദരം വലുതാകുന്നുണ്ട്, പക്ഷേ അങ്ങനെ വലിയ സിംറ്റംസ് ഒന്നുമില്ല. ആമേൻ. വാഗ്ദത്തം കേട്ടു, സംഭവമൊക്കെ ശരിയാണ്, പക്ഷെ ഒരു അനക്കവും ഇല്ല. അതുകൊണ്ടടാ
ഒരു 6 മാസം തികഞ്ഞപ്പോൾ ആമേൻ ഒരു കാര്യം സംഭവിക്കുക. ഷബറിതലം അശകന് ഈ 6 മാസം, 6-ാം മാസം, ഇത് 2-ാം മാസം, 6-ാം മാസം നിന്റെ വാഗ്ദത്തങ്ങൾക്ക് നിവർത്തീകരണം വരുന്ന മാസമാണ്. ഇന്നു മുതൽ പ്രാർത്ഥിച്ചു തുടങ്ങും. 6-ാം മാസം ചിലതിനൊക്കെ അനക്കം വച്ചു തുടങ്ങും. 6-ാം മാസം മറിയ എലിശബത്തിൻ്റെ അടുക്കൽ വന്നു. ചാർച്ചക്കാരാണ്. മറിയ എലിശബത്തിൻ്റെ അടുക്കൽ വന്നു. എലിശബത്തിൻ്റെ അടുക്കൽ മറിയ വരുമ്പോൾ എലിശബത്തിൻ്റെ വയറിങ്ങനെ വലുതായി വരുന്നുണ്ട്, അനക്കമൊന്നുമില്ല. പക്ഷേ മറിയയുടെ ഉദരത്തിലും ഒരുവനുണ്ട്. അവൻ്റെ പേര് നസറേനായ യേശു. യേശുവിൻ്റെ സാമീപ്യം വന്നപ്പോൾ ഉദരത്തിലായിരുന്ന പിള്ള തുള്ളി, അനക്കം വെച്ചു. യെസ്, യേശുവിൻ നാമത്തിൽ. ഒത്തിരി നാളുകളായി നീ കേട്ട വാഗ്ദത്തമാണ്, പക്ഷേ ഒരനക്കവുമില്ല. കാത്തിരിക്കുക. ഇപ്പം ശരിയാവും, ഇപ്പം അപ്പോയിൻമെൻ്റ് ഓർഡർ വരും, കാത്തിരിക്കുക. 6-ാം മാസം ഷബറിതലമശകനെ നിന്റെ ലൈഫ് ചേഞ്ച് ആകുവാൻ പോകുക. പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ റെഡിയാണോ സഹോദരി, സഹോദര? ചിലതിനൊക്കെ അനക്കം വയ്ക്കുവാൻ പോകുക. നീ നായിരിക്കുന്ന അവസ്ഥ മാറുവാൻ, നിന്റെ കാത്തിരിപ്പിന് അറുതി വരുവാൻ. ഒരു വല്ലാത്ത അവസ്ഥയാ. വാഗ്ദത്തം കേട്ടു, ദൈവപ്രവൃത്തിയാണ്, എല്ലാം ശരിയാണ്, പക്ഷെ ഒരു അനക്കമില്ല, ഒരു മൂവ്മെന്റ് ഇല്ല. അതേ അവസ്ഥയിൽ തന്നെ തുടരുക. കേട്ട വാഗ്ദത്തം അങ്ങ് ദൂരെ എവിടെ? റെഡി ആയിക്കോ. ശമല. ചിലതിനൊക്കെ അനക്കം വയ്ക്കുവാൻ പോകുക. ചില മേശപ്പുറങ്ങളിലൊക്കെ അനങ്ങാതെ പൊടി പിടിച്ചിരിക്കുന്ന ഫയലുകൾക്ക് അനക്കം വയ്ക്കുവാൻ പോകുക. നിൻ്റെ ലൈഫ് മാറുവാൻ തക്കവണ്ണം ചില ഫയലുകൾക്ക് സൈൻ വീഴുവാൻ, അധികാരികളുടെ സൈൻ വീഴുവാൻ തക്കവണ്ണം ദീർഘനാളുകളായി ചില മേശപ്പുറങ്ങളിൽ അനക്കമില്ലാതെ കിടക്കുന്ന ഫയലുകൾക്ക് അനക്കമുണ്ടാകുവാൻ പോകുക. ആ ജോലിയുടെ സ്ഥിരപ്പെടുത്തലിനായി യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ആ ജോലി സ്ഥിരപ്പെടുവാൻ തക്കവണ്ണം ചില മേശപ്പുറത്ത് നിന്ന് ആ ഫയൽ ഉന്നതന്മാരുടെ, അധികാരികളുടെ, ഹയർ അതോറിറ്റീസിൻ്റെ മേശപ്പുറത്തേക്ക് അത് മൂവ് ചെയ്തു തുടങ്ങിയ, ചലിച്ചു തുടങ്ങിയ. യേശുവിൻ നാമത്തിൽ. അമേൻ, അമേൻ, അമേൻ. നീ അമേൻ ജോലിയൊക്കെ കഴിഞ്ഞു, നിനക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ കിട്ടാതെ നിന്നോടാ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ്. അമേൻ. ആ ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് തടസ്സമായി ചിലരുടെ പിടിവാദം, ചിലർ നിർബന്ധം പിടിക്കുക. ഇല്ല, അത് പറ്റത്തില്ല. അവരുടെ മേശപ്പുറത്ത് തന്നെ പൊടി പിടിച്ച് നിൻ്റെ സ്വപ്നങ്ങൾ, നിൻ്റെ നിലനിൽപ്പ്, നിൻ്റെ പ്രതീക്ഷ എല്ലാം അങ്ങനെ കിടക്കുക. റാഥാബാഷേഖേനെ യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ്. ആ പ്രതീക്ഷ വെച്ച് നീ കടം വാങ്ങി ഇപ്പം വലിയ കടക്കാരനായി. അതൊരു വലിയ വെല്ലുവിളി. അമേൻ. ആ പേപ്പറിൽ സൈൻ വീഴുവാൻ തക്കവണ്ണം മൂവ്മെൻ്റ് ഉണ്ടാകുക. അത് ആ മേശപ്പുറത്തുനിന്ന് ചലിച്ചു തുടങ്ങിയ, നിൻ്റെ പേപ്പർ മേശപ്പുറത്തുനിന്ന് ചലിച്ചു തുടങ്ങിയ. കേൾക്ക്. ആ എഡ്യൂക്കേഷൻ ലോണിൻ്റെ പേപ്പർ സൈൻ വീഴുന്നിടത്തേക്ക് ചലിച്ചു തുടങ്ങിയ. യേശുവിൻ നാമത്തിൽ. അതാ മാറ്റിവെച്ച സ്ഥാനത്ത് നിന്ന്, ശ്രദ്ധിക്കപ്പെടാതെ മാറ്റിവെച്ച സ്ഥാനത്ത് നിന്ന് അത് ചലിച്ചു തുടങ്ങിയ. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, നിൻ്റെ തലമുറയുടെ വിദ്യാഭ്യാസം പകുതി വഴിയിൽ മുടങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ചില പേപ്പേഴ്സിൽ മൂവ്മെന്റ് ഉണ്ടാകുവാൻ യേശുവിൻ നാമത്തിൽ ചില പേപ്പേഴ്സിൽ മൂവ്മെന്റ് ഉണ്ടാകുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങ്. ആമേൻ. ചിലതിനൊക്കെ മൂവ്മെൻ്റ് ഉണ്ടാകുക. വിസ പ്രോസസ്സിങ്ങിന് മൂവ്മെൻ്റ് ഉണ്ടാകും. ചലനം വയ്ക്കുവാൻ കുറേ കാലം ഒരനക്കവുമില്ല. നടക്കത്തില്ലെന്ന് വിചാരിച്ച ചിലത് ഇനി നടക്കത്തില്ല, കിട്ടത്തില്ല എന്ന് വിചാരിച്ച തർക്കത്തിൽ കിടക്കുന്ന ആ ഫണ്ട് യേശുവിൻ നാമത്തിൽ അത് റിലീസാവാൻ പോവുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി തർക്കത്തിൽ കിടക്കുക. അതുകൊണ്ട് തന്നെ പലരും അവകാശവാദം ഉന്നയിക്കുക. നിൻ്റെ നന്മയുടെ മേൽ, നിനക്ക് നന്മയായ അനുഗ്രഹമായി തീരേണ്ട പലതിനുമേൽ അവകാശം ഉന്നയിക്കുന്ന പലരും ഉള്ളതുകൊണ്ട് അത് നിനക്ക് പ്രയോജനപ്പെടത്തില്ല, നീ നടക്കത്തില്ല. പലരും പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അതങ്ങനെ കിടക്കത്തുള്ളൂ. സഹോദരി, നിനക്ക് ലഭ്യമാകേണ്ട നന്മ,
നിൻ്റെ ജീവിതം അനുഗ്രഹമായി തീരുവാൻ വേണ്ടി നിൻ്റെ മാതാപിതാക്കൾ കരുതി വെച്ചോ, അല്ലെങ്കിൽ നീ എന്നോ കരുതി വെച്ചോ, അതെ, നിനക്ക് ആ തൊഴിലിടത്തിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യം തടഞ്ഞു വയ്ക്കപ്പെട്ടിരിക്കുന്നു. ഒരനക്കവുമില്ല. ഫോൺ വിളിച്ചാൽ അനക്കമില്ല, ആരെങ്കിലും വിട്ട് അന്വേഷിച്ചാൽ അനക്കമില്ല. മൂവ്മെൻ്റ് ഉണ്ടാകുവാൻ പോവുക. യാസ്, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങ്. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ആ നന്മ നിനക്ക് അർഹതപ്പെട്ടത്, സഹോദര പ്രാർത്ഥിച്ചു തുടങ്ങ്, നിനക്ക് അർഹതപ്പെട്ടത് നിന്നിലേക്ക് വരിക. ഓ ആമേൻ. ചിലതിനൊക്കെ ഒരു മൂവ്മെൻറ്റ്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഭവനത്തിൻ്റെ പണിക്ക് ഒരു ചലനം ഉണ്ടാകുക, അതങ്ങനെ കടന്നു പോകുവാൻ. അയ്യോ പാസ്റ്റർ, അത് കാണുമ്പോൾ ഇപ്പോൾ വേറെ വഴിക്കൊക്കെ നടക്കുന്നത്. നീ പണി തുടങ്ങിയ വീടിൻ്റെ ആ വശത്തൂടെ പോകത്തില്ല. ആമേൻ. അതങ്ങനെ കിടക്കുക, ഒരനക്കമില്ല. മൂവ്മെൻ്റ് ഉണ്ടാകുവാൻ പോവുക. യെസ്, യേശുവിൻ നാമത്തിൽ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ആമേൻ ചില പേപ്പേഴ്സിൽ മൂവ്മെൻ്റ് ഉണ്ടാകുവാൻ പോവുക, പണിയിൽ ചലനങ്ങൾ ഉണ്ടാകുവാൻ പോവുക. യെസ്, യേശുവിൻ നാമം. ആ ബിസിനസ്സിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകുവാൻ തക്കവണ്ണം, ഒരു ഡെവലപ്പ് ഉണ്ടാകുവാൻ തക്കവണ്ണം ചില പുതിയത് അതിനകത്ത് സംഭവിക്കുവാൻ പോവുക. സ്തോത്രം. യെസ്, ആമേൻ. ആ വിവാഹത്തിന് വേണ്ടി ആമേൻ, അവരുടെ പഠനം, അവരുടെ ഫ്യൂച്ചർ. എനിക്കറിയത്തില്ല, ഈ ഒരാഴ്ച ഒത്തിരി കാര്യങ്ങളിൽ ഒരനക്കമുണ്ടാകും. കുറേ നാളുകളായി ഒരനക്കവുമില്ലാത്ത കാര്യങ്ങൾ, കുറേ നാളുകളായി തെളിയാത്ത നമ്പർ നിങ്ങളുടെ ഡിസ്പ്ലേയിൽ തെളിയുവാൻ പോകുക. മാതാവേ റെഡിയായിക്കോ, മോൻ വിളിക്കാൻ പോവുക, മോള് വിളിക്കുവാൻ പോവുക. യെസ്, യേശുവിൻ നാമത്തിൽ. ഒത്തിരി നാളുകളായി രാധാഭാഷയ്ക്കനെ പലപ്പോഴും നീ പ്രതീക്ഷയോടെ കൊതിയോടെ നോക്കുന്നുണ്ട്, എൻ്റെ മോനാണോ വിളിക്കുന്നത്, എൻ്റെ മോളാണോ വിളിക്കുന്നത്. നോ, എൻ്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷേ ഇത്തവണ അത് സംഭവിക്കും. രാധാഭാഷയ്ക്കനെ. യെസ്, യേശുവിൻ നാമത്തിൽ പ്രവചന നിവർത്തി. എവിടെയാണ് സംഭവിക്കുന്നത്? യേശുവിൻ്റെ സാന്നിധ്യത്തിൽ. അനക്കമില്ലാതെ കിടന്നത് അനങ്ങി തുടങ്ങി, മറച്ചു വയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ. അതുവരെ എലിസബത്ത് വിചാരിച്ചു തൽക്കാലം ആരും അറിയണ്ട. പലരുടെയും പ്രശ്നം ഒത്തിരി തവണ ദൈവാലോചന കേട്ടപ്പോൾ ചില സിംറ്റംസൊക്കെ ഉണ്ടായപ്പോൾ പറഞ്ഞതാ ഇത്തവണ. പക്ഷേ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ 2-ലധികം തവണ അബോർട്ടായി പോയ ചിലർ വല്ലാത്ത നിരാശയിൽ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. കേൾക്ക്, നിനക്ക് എൻ്റെ ദൈവം തലമുറകളെ തരുവാൻ പോകുക. വിശ്വാസത്തോടെ ഉദരത്തിൽ കരം വെച്ച് പ്രാർത്ഥിക്കുക. തലമുറകളെ തന്ന്. ആമേൻ. പല തവണ ആമേൻ നിങ്ങൾ പറഞ്ഞു, ഇപ്രാവശ്യം ഞാൻ പോവും, ഇപ്രാവശ്യം എനിക്ക് ജോലി കിട്ടും, പക്ഷേ പരാജയപ്പെട്ടു. ഇപ്രാവശ്യം എനിക്ക് ആ സ്കോർ ഉണ്ടാകും, ഇപ്രാവശ്യം എനിക്ക് ആ മാർക്ക് ഉണ്ടാകും, ഇപ്രാവശ്യം ഞാൻ ജയിക്കും, പക്ഷേ പരാജയപ്പെട്ടു. ഇങ്ങനെ പല തവണ പറഞ്ഞ് പരാജയപ്പെട്ടിട്ട് ഇപ്പം കേൾക്കുന്ന ആലോചന പോലും ഉൾക്കൊള്ളുവാൻ കഴിയാതെ ഭയന്നായിരിക്കുന്ന ചിലർ, നിങ്ങളോട് പറയട്ടെ, ഇപ്രാവശ്യം നിങ്ങൾ സന്തോഷത്തോടെ ആ സാക്ഷ്യം ലോകത്തോട് വിളിച്ചറിയിക്കുവാൻ പോകുന്നു. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ അനങ്ങി തുടങ്ങുവാൻ തക്കവണ്ണം, അതങ്ങനെ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ തക്കവണ്ണം യേശുവിൻ്റെ സാമീപ്യം നീ കേട്ട വാക്തത്വത്തിനോടൊപ്പം നിന്റെ ജീവിതത്തിൽ ചലിക്കുവാൻ പോകും. യേശു നിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. സഹോദരി, നിന്റെ ഭവനത്തിൻ്റെ അവസ്ഥ മാറുവാൻ, നിന്റെ ഭർത്താവിൻ്റെ അവസ്ഥ മാറുവാൻ, അവൻ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്നൊരു മാറ്റം വരുവാൻ തക്കവണ്ണം കേട്ട വാക്തത്വമാണ്. ഒത്തിരി പാസ്റ്റർമാർ പറഞ്ഞു, ഒത്തിരി പ്രവാചകന്മാർ പറഞ്ഞു, പക്ഷേ എൻ്റെ ഭർത്താവിന് മാത്രം ഒരു മാറ്റമില്ല. അന്നും കൂടി ഇന്നും കൂടി കൂടിയിട്ട് മാത്രമേ ഉള്ളൂ. അന്നൊക്കെ വല്ലപ്പോഴുമെങ്കിലും സ്വബോധത്തോടെ വരുമായിരുന്നു. ഇപ്പോൾ സ്വബോധം എന്ന് പറയുന്ന സാധനം അവനെ വിട്ടുപോയി. ബോധമേ ഇല്ല. കേട്ടത് വെറുതെയായി പാസ്റ്റർ. എനിക്ക് വിശ്വാസത്തിന് കുറവൊന്നുമില്ല, പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ നടക്കത്തില്ല. ആമേൻ. നീ ഭയപ്പെടുന്ന ആ ദൂത് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭർത്താവ് മാറുവാൻ പോവുക. യെസ്, യേശുവിൻ നാമത്തിൽ മാറത്തില്ല എന്ന് നീയും അവനും കണ്ടറിയുന്ന അനേകരും സാക്ഷ്യം പറയുന്ന അതേ ആ ജീവിതം മാറുവാൻ പോകുക. നിന്റെ ഭർത്താവിൻ്റെ ജീവിതം മുഴുവൻ മദ്യപാനിയായി തീർന്ന നിന്റെ ഭർത്താവിൻ്റെ ജീവിതം മാറുവാൻ പോകുക. സംശയരോഗിയായ നിന്റെ ഭർത്താവിൻ്റെ ജീവിതം മാറുവാൻ പോകുക. ദൈവഹിതമില്ലാത്ത വഴികളിൽ നടന്ന് നിന്നെ കരയിക്കുന്ന ഒരു ഭാര്യ എന്ന നിലയിൽ നിന്റെ അവകാശങ്ങളെ ഹനിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ ഭർത്താവിൻ്റെ പോക്കിന് എൻ്റെ ദൈവം അറുതി വരുത്തുവാൻ പോകുക. ദീർഘനാളുകളായുള്ള കെട്ടിക്കയറി വന്നു കയറിയ നാൾ മുതലുള്ള നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി കർത്താവ് നിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. സഹോദരി, നിൻ്റെ ഭർത്താവിനെ എൻ്റെ കർത്താവ് സന്ദർശിക്കുവാൻ പോകുക. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ, ഈസ് ഇറ്റ് ട്രൂ? യെസ്, ഇറ്റ്സ് ട്രൂ. ഇത് സത്യമാണ്. നിങ്ങൾ ചോദിക്കുക, ഗദരദേശത്തിലെ ഭൂതഗ്രസ്തൻ്റെ അമ്മയോടും അപ്പനോടും ഭാര്യയോടും ഭർത്താവിനോടും, അല്ല ഭർത്താവില്ലല്ലോ, ഭാര്യയോടും മക്കളോടും ചോദിക്കുക, എടാ മക്കളെ, എന്താ സംഭവിച്ചേ?
അപ്പം മക്കൾ പറയും, ആൻറ്റി, അങ്കിളേ, ഒരു ദിവസേ ഞങ്ങളുടെ പപ്പ കല്ലറയിൽ കൂടെ, കല്ലറകളിലിടയിൽ കൂടെ ഞങ്ങൾ പപ്പാന്ന് വിളിക്കുമ്പോഴും വിളി കേൾക്കാതെ ഞങ്ങളെ കല്ലുറക്കി എറിഞ്ഞിട്ട് വസ്ത്രമൊക്കെ പറിച്ച് കളഞ്ഞിട്ട് ഓടി നടന്ന എൻ്റെ പപ്പയുടെ അടുക്കലേ യേശോപ്പായി എത്തി. യേശോപ്പായി പപ്പയുടെ അടുക്കൽ വന്നപ്പോൾ പപ്പ ഞങ്ങളുടെ അടുക്കൽ വന്നു. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിച്ചു നോക്ക്. മക്കളെ, നിങ്ങളുടെ പപ്പ നിങ്ങളുടെ അടുക്കൽ വരുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ സാക്ഷ്യം സംഭവിക്കുവാൻ പോകുക. അലയുന്ന ചിലതിന്, സ്വബോധം നഷ്ടപ്പെട്ട് അലയുന്ന ചിലതിന് നിന്റെ ഭവനത്തിനകത്തേക്ക് എൻ്റെ ദൈവം തിരികെ കൊണ്ടുവരുവാൻ പോകുക. അതെ, അലയുകയാ. സ്വബോധമൊന്നുമില്ല. സ്വബോധം ഉണ്ടെങ്കിൽ ഈ പോക്ക് പോകുമോ? അവൾക്ക് അറിവില്ലേ? കാര്യപ്രാപ്തി ഇല്ലാത്ത പെങ്കൊച്ചാണ് അവള്. അവൾക്കെല്ലാം അറിയാം. എന്നിട്ട് അവൾ പോകുന്ന പോക്ക് ഷബാറി ധലമാശേക്കനെ. റെഡിയാണോ? പ്രാർത്ഥിച്ചു തുടങ്ങിയോ? കർത്താവ് മടക്കി വരുത്തുവാൻ പോകുക നിന്റെ തലമുറയെ. യെസ്, അമേൻ. നിന്റെ മകളെ, നിന്റെ സ്വപ്നങ്ങളെ എറിഞ്ഞുടച്ചിറങ്ങിപ്പോയ നിന്റെ മകളെ നിന്റെ ജീവിതത്തിലേക്ക് എൻ്റെ കർത്താവ് തിരികെ കൊണ്ടുവരുവാൻ പോകും. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി യേശു സന്ദർശിക്കും. സത്യമായിട്ടും സംശയം മാറുന്നില്ലേ? ചോദിക്ക്, ആരോടൊന്നോ? ബെഥേസ്ദ കുളക്കരവിൽ കിടന്ന അവനുണ്ടല്ലോ. അയ്യോ പാസ്റ്റർ, അവനൊരു രോഗിയാണല്ലോ, അവൻ അനങ്ങാനൊന്നും പറ്റാത്ത, ഒന്നിനും പറ്റാത്തവൻ. നോ, അതൊക്കെ പണ്ട്. യേശു സന്ദർശിക്കുന്നതിന് മുമ്പ് യേശു ഒരു ദിവസം അവരെ സന്ദർശിച്ചു. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ താഴേക്ക് നിങ്ങൾ വായിച്ചു നോക്ക്. ഒരു ദിവസം ആരും വരുവാനില്ലാത്തൊരു പ്രഭാതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട് എന്നെ എടുത്തിറക്കുവാൻ ആരുമില്ല. സൗഖ്യം മുൻപിലുണ്ട്. എല്ലാ ദിവസങ്ങളിലും ഞാനത് കാണുന്നുണ്ട്. ആമേൻ. പലരും സൗഖ്യമാകുന്നുണ്ട്, പലരും വിടുതലിൻ്റെ കഥകൾ പറയുന്നുണ്ട്. പക്ഷേ അവർ പറഞ്ഞ ഡോക്ടർമാരുടെ അടുത്ത് പോയി ആ ട്രീറ്റ്മെൻറ്റൊക്കെ അങ്ങോട്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചു. ഇന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യിപ്പിക്കാൻ ഡോക്ടറേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞ്. ആമേൻ. നമ്മൾ അങ്ങനെയാ. എങ്ങനെ ഒരു വിടുതൽ? അതിനു വേണ്ടി എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു ഡോക്ടറുണ്ട്. ഒരു ദിവസം ഞങ്ങളിങ്ങനെ സാന്ദർഭിക വെച്ചാൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ഇങ്ങനെയാണ്. എടാ, നിനക്കറിയാമോ, ഇന്നൊരു രോഗി എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ മരുന്ന് എഴുതി കൊടുക്കും. ഇന്ന് പുള്ളി എന്നോട് മരുന്നും ട്രീറ്റ്മെൻറ്റും പറയുക, ഡോക്ടറെ എൻ്റെ അസുഖം ഇതാണ്, ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ കുറേ നേരം പറഞ്ഞു, ഇതിൻ്റെ ആവശ്യമില്ല, ഇപ്പം ഞാനൊരു മെഡിസിൻ തരാം. അല്ല ഡോക്ടറെ, ഈ ട്രീറ്റ്മെൻറ്റ് തന്നാൽ മതി. കുറേ നേരം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കിൽ ഉറച്ചു നിന്നു, അവരവരുടെ വാക്കിൽ ഉറച്ചു നിന്നു, ഇറങ്ങിപ്പോയി. അദ്ദേഹത്തിന് അത് വളരെ രസകരമായിട്ട് തോന്നി. ആ വിധത്തിൽ ഡോക്ടർമാരോട് പറഞ്ഞ് ട്രീറ്റ്മെൻറ്റ് ഫിക്സ് ചെയ്യുന്ന ചിലർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. സ്തോത്രമേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നീ കേട്ട വാഗ്ദത്തം, നീ കേട്ട പ്രവചനം നിവർത്തിയാക്കുവാൻ യേശു നിന്റെ അടുക്കൽ വരിക. ആ കുളക്കരയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ റെഡിയാണോ? അതെ മോനെ, മോളെ, ബെഥേസ്ദ കുളക്കരയിലെ രോഗി പറയും, എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു എൻ്റെ ജീവിതം ഇവിടെ തന്നെ അവസാനിക്കുമെന്ന്. പക്ഷേ ഒരു ദിവസം യേശു വന്നു. ഒരു രാവിലെ ഞാൻ എൻ്റെ യേശുപ്പനെ കാണുകയാണ്. അന്ന് എൻ്റെ ലൈഫ് മാറി. ഞാനാന്നേ നിങ്ങൾ പറഞ്ഞ രോഗി. അമേൻ. അനേകർ ഭയപ്പെടുന്ന ആ സാക്ഷ്യം പറയുവാൻ റെഡിയാണോ? ആ സാക്ഷ്യം ലോകത്തോട് വിളിച്ചു പറയുവാൻ റെഡിയാണോ? കർത്താവ് നിൻ്റെ അടുക്കൽ വന്നിട്ടുണ്ട്. സഹോദര, നിൻ്റെ ബിസിനസ് മേഖലയിൽ എൻ്റെ കർത്താവ് വന്നിട്ടുണ്ട്. പൂട്ടിക്കെട്ടിപ്പോ, ഷാട്ടർഡ് പോ. നീ അമേൻ. കുറേ വാക്കുകൾ ഇങ്ങനെ ഉള്ളിൽ കിടക്കുകയാണ്. എന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റത്തില്ല. അതിന് കാരണം ഒപ്പമുള്ളവർ തന്നെ പറയാൻ തുടങ്ങി. നീ ആർക്കു വേണ്ടിയാണോ ഈ പടാപ്പാടൊക്കെ പെടുന്നത്? അവർ തന്നെ പറയാൻ തുടങ്ങി, പറ്റാത്ത പണിക്ക് പോയത്, അതുകൊണ്ടല്ലേ ഈ അവസ്ഥ, ഇങ്ങനെ നടന്ന് ടെൻഷൻ അടിക്കേണ്ടി വരുന്നത്. ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ? പ്രിയപ്പെട്ടവർ പറയാൻ തുടങ്ങി, അറിയുന്നവരൊക്കെ പറയാൻ തുടങ്ങി. നിന്നെക്കൊണ്ട് പറ്റാത്ത കാര്യം എന്തിനാ ചെയ്യാൻ പോയി? അവനവന് പറ്റുന്ന കാര്യം ചെയ്താൽ പോരെ. ബിസിനസ്സൊക്കെ ചെയ്യുവാൻ ഞങ്ങളെപ്പോലെ പേരുള്ള പെരുമയുള്ള, അതിനൊക്കെ ഞങ്ങൾക്കേ പറ്റത്തുള്ളൂ. എന്താ അതേ അങ്കിളെ, കർത്താവിൻ്റെ വേല ചെയ്യണമെന്നാണ് ആഗ്രഹം. പക്ഷെ സമ്മതിക്കത്തില്ലടാ. നിൻ്റെ മേലൊരു വേലയുണ്ട്. നീ കർത്താവിന് പ്രയോജനപ്പെടാനുള്ളതാണ്. സഹോദരി, നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാനുള്ളവളാണ്. ലോകം സമ്മതിക്കത്തില്ല.
ലോകം പറയും നിന്നെ അതിനൊന്നും കൊള്ളത്തില്ല, നിൻ്റെ അപ്പന് സഭയില്ലല്ലോ, നിൻ്റെ അപ്പൂപ്പൻ വലിയ പ്രാസംഗികനല്ലല്ലോ, പിന്നെ നീ എന്തിനാ അതിൻ്റെ പിന്നാലെ പോകുന്നേ, നീ ഒരു വിശ്വാസിയായിട്ട് ഇരുന്നാൽ മതി. നോ, അനേക വേദികൾ നിനക്ക് വേണ്ടി ഒരുങ്ങപ്പെടുക, അനക്കം വയ്ക്കുക. നീ കേട്ട വാഗ്ദത്തങ്ങൾക്ക് കർത്താവിൻ്റെ നാമത്തെ അനേക വേദികളിൽ നീ ഉയർത്തുമെന്ന്, അനേക രാജ്യങ്ങളിലേക്ക് നീ കടന്നു പോകുമെന്ന്, നീ കേട്ട വാഗ്ദത്തങ്ങൾക്ക് അനക്കമുണ്ടാകുവാൻ പോകും. യേശുവിൻ നാമത്തിൽ ആ ദേശത്തിൽ നിന്റെ സ്ഥാപനത്തിൻ്റെ പേര് ആ ദേശത്തിൻ്റെ ഐഡൻറ്റിറ്റിയായി മാറുവാൻ പോകുക. ആമേൻ. യേശുവിൻ്റെ സാന്നിധ്യത്തിൽ അനക്കമില്ലാതെ കിടന്നത് അനങ്ങി തുടങ്ങി. യേശുവിൻ നാമത്തിൽ റെഡിയാണോ? ചിലർക്ക് അനങ്ങാൻ പോവുക, ഒരു മൂവ്മെൻറ്റും ഇല്ലാതെ, ഒരു അനക്കവും ഇല്ലാതെ കിടന്നതൊക്കെ അനങ്ങുവാൻ പോവുക. യേശു നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങളുടെ ലൈഫ് മാറുന്ന, നിങ്ങളുടെ ജീവിതം മാറുന്ന. ചേർന്ന് നിൽക്കുക. പ്രൈസ് ഓഫ് ഫാമിലിക്കൊപ്പം ഈ വിശ്വാസം, ആ വാഗ്ദത്തം എൻ്റെ ജീവിതത്തിൽ നിറവേറും എന്ന വിശ്വാസം, അത് പ്രസംഗം കേട്ടാൽ കിട്ടുന്ന കാര്യമല്ല. അതിന് പ്രാർത്ഥന ആവശ്യം, അതിന് കൂട്ടായ്മ ആവശ്യം, അതിന് ഉപവാസം ആവശ്യം. പ്രൈസ് ഓഫ് ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾ ഏത് സ്ഥാനത്തായിരുന്നാലും, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ അവസരമുണ്ട്. പ്രൈസ് ഓഫ് ഫാമിലിയുടെ നമ്പറുകൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ, കോൺടാക്ട് ചെയ്തോ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. ഒപ്പം ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സാക്ഷ്യങ്ങളിൽ നിന്നും, നിങ്ങൾ പ്രൈസ് ഓഫ് ഫാമിലിയിലേക്ക് അറിയിക്കുന്ന വിവരങ്ങളിൽ നിന്നും, നിങ്ങളുടെ നിർദ്ദേശങ്ങളിൽ നിന്നും മറ്റനേകർക്ക് അനുഗ്രഹമാക്കി ഈ മെസ്സേജിനെ മാറ്റുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. ഈ മെസ്സേജുകൾ സ്പോൺസർ ചെയ്തുകൊണ്ട് പ്രൈസ് ഓഫ് ഫാമിലിയുടെ നമ്പറുകൾ കോൺടാക്ട് ചെയ്ത് ഈ മെസ്സേജുകൾ സ്പോൺസർ ചെയ്യുക. നിങ്ങൾക്ക് ആത്മീയമായി വളരണം. ദിനം പ്രതി പ്രൈസ് ഓഫ് ഫാമിലിക്കൊപ്പം ദൈവവചന സന്ദേശങ്ങൾ പ്രവചന ദൂതുകളായും ദിവസേനയുള്ള ലൈവ് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രൈസ് ഓഫ് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. എല്ലാ ദിവസങ്ങളിലും രാവിലെ 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കും, വൈകുന്നേരം 7:30-ക്കും 8:30-ക്കും ഇടയ്ക്കും വചന ശുശ്രൂഷയും മധ്യസ്ഥ പ്രാർത്ഥനയും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളും നിങ്ങൾക്ക് അനുഭവവേദ്യമാകും. ആ കൂട്ടായ്മയിൽ ശക്തമായൊരു കൂട്ടായ്മയുടെ സാന്നിധ്യം നിങ്ങൾക്കുണ്ടാകും. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസ് ഓഫ് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ സഭ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന എவ்விധത്തിൽ ഫലിക്കുമെന്ന് നിങ്ങൾ അറിയും. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമുല ചാമവിള പ്രൈസ് ഓഫ് ഫാമിലി വാർഷിപ്പ് സെൻ്ററിൽ വെച്ച് സ്വാഗതം. ഞായറാഴ്ച വൈകുന്നേരം 3 മണി മുതൽ കാട്ടാക്കടയ്ക്ക് സമീപം കുറ്റമ്പള്ളിയുടെ അടുത്ത് രണ്ടാമത്തെ ഒരു പ്രവർത്തനം, ഒരു തുടക്കം. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. പാരമ്പര്യമില്ലാത്തതുകൊണ്ട്, മുൻപിൽ പിടിച്ചു നിർത്തുവാനാണില്ലാത്തത് കൊണ്ട്, അയ്യോ എനിക്ക് അവസരമില്ല, എനിക്ക് പ്രയോജനപ്പെടുവാൻ കഴിയുന്നില്ല എന്ന് നിങ്ങൾ വിഷമിച്ചായിരിക്കുന്നുവെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ട് കൂടെ കൂടിക്കോ. നമുക്ക് ഒരുമിച്ച് ആ ദേശത്തിൽ കർത്താവിൻ്റെ നാമത്തിലൊരു സഭയെ പണിയാം. പാതാള ഗോപുരങ്ങൾ ജയിക്കാത്ത സഭയെ കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവെ, നല്ല ദൈവമേ, ഈ മെസ്സേജ് ഇവർക്ക് അനുഗ്രഹമാകും വിധത്തിൽ ഇവരിലേക്ക് എത്തിക്കുവാൻ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത പ്രിയ കുടുംബത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരിലൂടെ നിവർത്തിയാക്കപ്പെട്ട ഈ ദൗത്യം അനേകർക്ക് വിടുതലും അവർക്ക് അനുഗ്രഹവുമായി മാറട്ടെ. ഈ ശബ്ദം കേട്ട് പ്രാർത്ഥിച്ചായിരിക്കുന്ന ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനക്കമില്ലാതെ ദീർഘനാളുകളായി ഒരു ചലനവുമില്ലാതെ ആയിരിക്കുന്ന വിഷയങ്ങൾക്ക് ഇന്ന് ചലനമുണ്ടാകട്ടെ. രോഗികൾ കേട്ട വാഗ്ദത്ത നിവൃത്തിയായി ഇന്ന് സൗഖ്യമാകട്ടെ. അങ്ങയുടെ സാന്നിധ്യം അവർ അനുഭവിക്കട്ടെ. ആശുപത്രി കിടക്കകൾ മാറ്റി വിരിക്കപ്പെടട്ടെ. ദൈനംദിനമുള്ള മെഡിസിൻ എടുക്കുന്ന അവസ്ഥയിൽ നിന്ന് അവർ പുറത്തു വരട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വഴികളെ വാതിലുകളെ സ്വർഗ്ഗം അങ്ങ് തുറന്നു നൽകണമേ. വിദേശ രാജ്യങ്ങളിൽ കടന്നു പോകുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നവർ വഴികളെ തുറക്കണമേ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ, വിസകൾ വരട്ടെ. കടന്നു പോകുവാൻ കഴിയാതെ സാമ്പത്തികമായി ഞെരുങ്ങിയായിരിക്കുന്നവർ കരങ്ങളിൽ നന്മ നൽകി മാനിക്കണമേ. കടന്നുപോയിട്ട് നന്മ പ്രാപിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്നവർക്ക് വേണ്ടി സ്വർഗ്ഗം അങ്ങ് പ്രവർത്തിക്കണമേ. വഴികൾ തുറക്കണമേ. IELTS, MOH, OET, പ്രോമെട്രിക് എക്സാമുകൾ എഴുതുവാൻ ഒരുങ്ങിയായിരിക്കുന്നവർ എഴുതിയവർ നല്ല റിസൾട്ടുകൾ നൽകണമേ. പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കണമേ. എക്സാമുകളിൽ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൊത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ. എല്ലാ കടഭാരങ്ങളും മാറിപ്പോകട്ടെ. പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. വലുതും ചെറുതുമായ ബിസിനസ്സുകൾ ചെയ്യുന്ന സകലരെയും ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഗ്രഹമായി തീരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ ഒരിക്കൽ കൂടി അനുഗ്രഹിക്കുന്നു.
യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. മാത്രമല്ല പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുവാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക. അടുത്ത ആഴ്ച ഇതേ സമയം ദൈവം അനുവദിച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതൊരിക്കും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.